സ്റ്റുഡൻസ് ഇന്ന് +1 ഇക്കണോമിക്സ് +1 അക്കൗണ്ടൻസി 2024 വന്ന ക്വസ്റ്റ്യനാണിന്ന്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ബാക്കി ക്വസ്റ്റ്യനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത്. ഇന്ന് 7ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ്, 1 മുതൽ 7 വരെ വേറൊരു വീഡിയോയിൽ ഇട്ട് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഗിവൺ ഇൻ ദി ട്രയൽ ബാലൻസ് ഷോസ് ഇൻ. ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ് കാണിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അത് നേരിട്ട് ബാലൻസ് ഷീറ്റിലേക്കാണ് കാണിക്കേണ്ടത്. ഇനി അടുത്തത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് 8 to 12 ക്യാരി 2 സ്കോറാണ് ഇതിന്. ഇവിടെ ഹിൻഡ് ആസറ്റ് ഇൻക്രീസ് ഡെബിറ്റ് ആണ്. ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ഇൻക്രീസ് ക്രെഡിറ്റ്. ഇനി എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റും എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റും ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റുമാണ് വരേണ്ടത്. ഇനി ഇൻകം ക്രെഡിറ്റ് ചെയ്യുന്ന എപ്പോഴും ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റാണ്. ഇനി ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ലയബിലിറ്റി ഇൻക്രീസ് ക്രെഡിറ്റും ഡിക്രീസ് ഡെബിറ്റുമാണ്. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ അത് ഡെബിറ്റാണ് ചെയ്യേണ്ടത്. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഇത് കേട്ട് ചെയ്ത് പഠിക്കുക. അതിന് വേറൊരു സാധനം ഞാനിവിടെ ചെയ്ത് പിന്നീട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചെയ്തിടാം. ഇനി അടുത്ത് ഗിവ് ജേണൽ എൻട്രി. ആനുവൽ ലിമിറ്റഡിലെ ജേണൽ എൻട്രി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി വരയ്ക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻട്രി ആയിട്ട് എഴുതാം. മെഷീനറി 90,000 വാങ്ങി, അതിന് SGST 9%, അതുപോലെ തന്നെ CGST 9%. അപ്പം മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റഡ്. മെഷീനറിയാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ മെഷീനറിയുടെ വില മെഷീനറി അക്കൗണ്ടിലേക്ക് കൊടുക്കുക. ഇത് ജേണൽ വരച്ച് വേണം ചെയ്യാൻ. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റഡ്. മെഷീനറി സ്ഥലം ഇങ്ങോട്ട് മാറ്റി എഴുതാം. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റഡ്. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റഡ്. എൻ്റെ തുക എഴുതുക 90,000. പിന്നെ SGST 9% ആണ്. SGST അക്കൗണ്ട് 9% വേണം ബ്രാക്കറ്റിൽ കാണിക്കാം. ഡെപ്റ്റഡ് 9% അതിൻ്റെ കണ്ടെടുക്കണം. അതായത് 90,000 × 9/100 എടുക്കണം. അപ്പോൾ 8,000. എൻ്റെ ആൻസർ 8,100 വരും. 8,100. പിന്നെ വീണ്ടും CGST സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ആണ്. അക്കൗണ്ട് ഡെപ്റ്റഡ് 8,100. നമ്മൾ ക്യാഷ് ആയിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ക്യാഷ് 3 കൂടെ കൂട്ടിയെടുക്കണം. 1,06,200 വരും. ഇതാണ് എൻ്റെ നറേഷൻ. മെഷീനറി പർച്ചേസ്ഡ് ആൻഡ് GST പെയ്ഡ് അങ്ങനെ കൊടുത്താൽ മതി. ഇനി റൈറ്റ് 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിങ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിന് 2 ഒബ്ജക്റ്റീവ്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ടു വെരിഫൈ ദ അരിത്മെറ്റിക്കൽ അക്യുറസി. ടു വെരിഫൈ ദ അരിത്മെറ്റിക്കൽ അക്യുറസി. നമ്മൾ ഇത് തയ്യാറാക്കിയതിൻ്റെ അരിത്മെറ്റിക്കൽ അക്യുറസി. നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുമല്ലോ. അപ്പോൾ ആ ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കിയതിൻ്റെ അരിത്മെറ്റിക്കൽ അക്യുറസി എത്രമാത്രം അത് ക്ലിയർ ആയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. 1. 2, ടു ഡിറ്റക്ട് എറേഴ്സ് ഇൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അക്കൗണ്ടിങ് റെക്കോർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള എറർ ഉണ്ടോയെന്ന് ഡിറ്റക്ട് ചെയ്യാൻ. ടു ഡിറ്റക്ട് എനി എറർ ഇൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ്. ഡിറ്റക്ട് എനി എറർ. അക്കൗണ്ടിങ് റെക്കോർഡിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും കൂടിയാണ്. ഒത്തിരി എണ്ണം ഉണ്ട്. അതിൽ 2 ഞാനിപ്പം എഴുതുന്നുള്ളൂ. അക്കൗണ്ട് എറർ 2 ചോദിച്ചിട്ടുള്ളൂ 2 മാർക്കിൻ്റെ. ഇനി കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ ഫ്രം ദി ഫോളോയിങ്. ഇതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെഷീനറിയുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം കോസ്റ്റ് ഓഫ് മെഷീനറി ഈസ് ഈക്വൽ ടു മെഷീനറിക്ക് നമ്മൾ മേടിച്ച വിലയോടൊപ്പം മെഷീനറി കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഉണ്ടായ ചിലവ് കൂടി കൂട്ടണം. 36,000 ആണ് മേടിക്കുന്നത്. അതിൻ്റെ കൂടെ 10,000 ഇൻസ്റ്റലേഷൻ ചാർജ് ഉണ്ട്. പിന്നെ 6,000 അതിന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അതിപ്പോൾ ഇത് 3 കൂടെ കൂട്ടുമ്പോഴത്തേക്കും 52,000 ആണ് മെഷീനറിയുടെ ടോട്ടൽ കോസ്റ്റ്.
ഇനി ഡിപ്രീസിയേഷൻ കാണാൻ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ്. ഇത് ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കണം. കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ ഇത് എത്ര നാൾ ഉപയോഗിക്കുന്നു നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ 8 വർഷമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു 52,000 മൈനസ് 4,000. അതാണ് സ്ക്രാപ്പ് വാല്യൂ നമുക്കിവിടെ തന്നിട്ടുള്ളത്. സ്ക്രാപ്പ് വാല്യൂ 52,000 മൈനസ് 4,000 ഡിവൈഡഡ് ബൈ എൻ്റെ വർക്കിംഗ് ലൈഫ് തന്നിട്ടുണ്ട് 8. അപ്പോൾ 52,000 4,000 പോയാൽ 48,000 വരും. 48,000 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു ഡിപ്രിസിയേഷൻ പെർ ഇയർ ഈസ് 6,000. ഇനി അടുത്ത് റൈറ്റ് നെറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും നമ്മൾ ഡിഫറൻസ് 2 പോയിൻ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻസ് ഫോർ എ ലോങ് ടൈം കൂടിയ നാളത്തേക്കാണ് ഇതിൻ്റെ ചിലവ് വരുന്നത്. അതേസമയം റവന്യൂ എക്സ്പെൻസ് ആണെങ്കിൽ റവന്യൂ എക്സ്പെൻസ് ഫോർ എ ഷോർട്ട് ടൈം. റവന്യൂ എക്സ്പെൻസ് കൊണ്ടുള്ള നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് കുറഞ്ഞ നാളത്തേക്ക്, അതായത് 1 വർഷത്തേക്കൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻസ് അടുത്ത പോയിൻ്റ് ഓഫ് ഡിഫറൻസ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫോർ എ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വലിയ തുകയായിരിക്കും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ താരതമ്യേന സ്മോൾ എമൗണ്ട് ആയിരിക്കും റവന്യൂ എക്സ്പെൻഡിച്ചർ ചിലവായിട്ട് വരുന്നത്, സ്മോൾ എമൗണ്ട്. ഇനി മറ്റൊരു ഡിഫറൻസ് കൂടെ അത് നമുക്ക് എക്സാമ്പിളൂടെ നോക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾ അസറ്റ് പർച്ചേസ്ഡ്. അസറ്റ് വാങ്ങുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിളാണ്. പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾ സാലറി പെയ്ഡ് സാലറി. അപ്പോൾ ഇത്രയും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഇത് ചെയ്ത് പഠിക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. താങ്ക് യു.